ഹലോ നമസ്കാരം. ഇത് കല്യാണപ്പെണ്ണ ബൊക്കയും പിടിച്ചുകൊണ്ട് നിൽക്കുമല്ലോ കേട്ടോ. ഇതൊരു സാധനത്തിൻ്റെ കൂടാണ്. പെട്ടെന്ന് കാണുന്നവർ വിചാരിക്കും ഇത് തേനീച്ചയുടെ കൂടാണെന്നുള്ളത്. ഇത് തേനീച്ചയുടെ കൂടല്ല. ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് കടന്നലിൻ്റെ കൂട്. കടന്നൽ എന്താണെന്ന് അറിയാമല്ലോ, ഇംഗ്ലീഷിൽ എന്തോ വാസ്പ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇപ്പം ഇതിൻ്റെ കടിയല്ല, കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അമ്മാതിരി വേദനയാണ്. 3-4 അടുപ്പിച്ച് കുത്തിക്കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോവും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരെണ്ണത്തിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കടന്നൽ എന്ന് പറയുന്ന സാധനം. ഇത് ചെറുതാണ്, ഇതിലും വലിപ്പം വെക്കും. ഇത് സാധാരണ നമ്മുടെ കുളവിയുടെയൊക്കെ വലുത്. ഇതിൻ്റെ ഒരു കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ മോനെ വേദന അങ്ങേയറ്റമായിരിക്കും. നീരെന്ന് പറയുന്നത് നീര് വെക്കും. പിന്നെ കുറേ ഒരുമിച്ച് കുത്തിയാൽ മുമ്പേ പറഞ്ഞതിലോട്ട് ആൾ തട്ടിപ്പോവും. അപ്പോൾ ഇത് ഫുള്ള് പുഴുവാണ്. കാരണം ഇത് മൊത്തം ഓരോ കടന്നലാവേണ്ടതാണ്. നമ്മുടെ വീടിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഞാൻ പറക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്തതാണ്. അപ്പം വലിയൊരു കൂട് കണ്ടു. അപ്പോൾ ഞാൻ എറിഞ്ഞിട്ടതാണ്. ഇത്ര കിട്ടിയുള്ളൂ. ബാക്കി ഇനിയിപ്പോൾ രാത്രി വല്ലതും കത്തിക്കണം. കുറേ അതിൽ കൂടി നിൽപ്പുണ്ട്. കാരണം ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് സാധനം അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിള്ളേരെ വല്ലതും കടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പുഴുവിനെ കാണിച്ചു തരാം. എവിടെ വാട ഇവിടെ ദേ ഈ പുഴുവിനെ കണ്ട. ഇതിന് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഈ പുഴുവിനെ കൊണ്ട്. പക്ഷേ ഇത് മറ്റേ പുറം രാജ്യത്തൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഇതിനെ ഇപ്പം ഇതിന് അവരൊക്കെ ആണെങ്കിൽ ഇപ്പം ഇതിനെ ഫ്രൈ ആക്കി തിന്നു. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പുഴുക്കുഞ്ഞ്. പുറത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പം ഇതിനെ ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെ എന്തായാലും ഇത്രയും കടന്നലുകൾ ഒരുമിച്ച് ഇവിടെ വളർന്നായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ഈ കൂടിനെയും വലുതായി വലിയൊരു ഇതിലേക്ക് ഫോം ചെയ്യും. അതിന് മുമ്പ് തന്നെ നമ്മളത് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു ഗൈസ്. അതെ, കറക്റ്റ് നമ്മുടെ തേനീച്ച കൂട് പോലെ തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. തേനില്ലെന്ന് മാത്രം. ഇതിങ്ങനെ വലുതായാണ് ഇതിനകത്ത് ഈ പുഴുവെല്ലാം ആവുന്നത്. ഇനി ഈ അടഞ്ഞിരിക്കുന്നതൊക്കെ ഇനി തുറക്കും. അതിനകത്തെല്ലാം പുഴുവായി വരുന്നേ ഉള്ളൂ. എന്നാ ബലമാടാ ഇത്. കണ്ടോ, അടിപൊളി കൂടാ ഇത്. ഇതിനകത്ത് കുറച്ചുകൂടെ വലിപ്പമാണല്ലോ. ഇതിനെ ഒന്ന് അത്യാവശ്യം ഫുള്ളായിട്ടൊന്ന് സ്റ്റഡി ചെയ്യണം, എന്നിട്ട് ഞാനിത് കളയുന്നുള്ളൂ. വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, വെയിറ്റ്ലെസ് ആണ്. എന്തായാലും ഈ പുഴുവിനെ നമ്മളിനിയും ഒന്നെങ്കിൽ ചൂണ്ടയിടാൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അതൊരു പോയിൻ്റാണ്. കാരണം ഇതിൽ ചൂണ്ട കൊളുത്തിട്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മീനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗപ്പികൾക്കോ എല്ലാം തിന്നാൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് അതൊരഞ്ചിൽ തേരട്ടെ. ടാറ്റാ.